ഇവിടെ ടോളുണ്ടോ ഇല്ലയെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒരു നല്ല സ്മൂത്ത് റോഡാണ്, നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു ബൈപ്പാസ് റോഡ് തന്നെയാണ് ഈ തിരുവല്ല ബൈപ്പാസ് എന്ന് പറയാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തിലേക്ക് MC റോഡ് വഴി ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുള്ളവർ ഒരിക്കലും മറക്കാത്ത ഒരു ജംഗ്ഷനാണ് തിരുവല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ MC റോഡിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള ഒരു ജംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവല്ല തന്നെയാണ്. ഇപ്പോൾ തിരുവല്ലയുടെ 25 വർഷത്തെ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമായിട്ടുള്ളത്. അതായത് ഏകദേശം 25 വർഷമായിട്ട് ഇവിടുത്തെ ആൾക്കാരും അതേപോലെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ ആൾക്കാരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബൈപ്പാസിൻ്റെ ആവശ്യമായിരുന്നു. ഇപ്പോൾ ആ ഒരു ആവശ്യം ഇപ്പോൾ നിറവേറ്റിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ബൈപ്പാസ്, അതായത് തിരുവല്ല ബൈപ്പാസ് ഇപ്പോൾ ഉദ്ഘാടനമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരുവല്ല ബൈപ്പാസ് ഒന്ന് കാണാം. അപ്പോൾ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ പോകുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. നമ്മളിപ്പോൾ തിരുവല്ല ടൗൺ എത്താറായി. തിരുവല്ല ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതാണ് ആ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇടത്തോട്ട് നമ്മൾ ബൈപ്പാസിലോട്ട് കിടക്കുകയാണ്. അതായത് ഈ ഒരു ബോർഡ് ശ്രദ്ധിക്കുമല്ലോ, ഈ കൊട്ടാരക്കര എന്ന് കാണുന്ന ഈ ബോർഡ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇടത്തോട്ട് നമ്മൾ കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബൈപ്പാസിലോട്ട് കയറി കഴിഞ്ഞു. ഇപ്പം പൂർണ്ണമായിട്ട് ബൈപ്പാസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ടോളുണ്ടോ ഇല്ലയെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒരു നല്ല സ്മൂത്ത് റോഡാണ്, നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ തിരുവല്ല ടൗൺ വഴി ഒരിക്കലെങ്കിലും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചു പോകും ഇവിടെ ഒരു ബൈപ്പാസിൻ്റെ ആവശ്യമുണ്ട് എന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബ്ലോക്ക് തന്നെയാണ് നമ്മുടെ ഈ തിരുവല്ല ടൗണ്. ധാരാളം ഷോപ്പിംഗ് സെൻറ്ററൊക്കെ ഉള്ളൊരു ടൗണാണ് ഈ തിരുവല്ല ടൗണ്. അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തേക്ക് യാത്ര ചെയ്ത് പോകുന്നവരും കോട്ടയം ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവരും ധാരാളം വാഹനങ്ങൾ ഈ റോഡിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്ന ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും തിരക്കിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളിലോട്ട് വരികയാണെങ്കിൽ പറയാനുള്ളൊരു കാര്യം, മറ്റ് സ്ഥലങ്ങളിൽ ബൈപ്പാസ് പണിയുന്നത് പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല തിരുവല്ല ബൈപ്പാസിൻ്റെ നിർമ്മാണം. അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസ് കടന്നു പോണ ഈ സ്ഥലം കുറച്ച് സ്ഥലങ്ങളിൽ, അതായത് ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഈ വെള്ളക്കെട്ടിൻ്റെ മുകളിൽ പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് ഈ ബൈപ്പാസ് പൂർത്തിയാക്കിയത്. നല്ല രസമാണ് നമുക്ക് ഈ തിരുവല്ല ബൈപ്പാസിൽ കൂടെ ഇങ്ങനെ കടന്നു പോകാൻ. സൈഡിൽ കെട്ടിടങ്ങളൊക്കെ കുറവാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു ബൈപ്പാസ് റോഡ് തന്നെയാണ് ഈ തിരുവല്ല ബൈപ്പാസ് എന്ന് പറയാം. നമ്മളിപ്പം ബൈപ്പാസിൻ്റെ ഏകദേശം എൻഡിൽ എത്തി. ബൈപ്പാസ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഇവിടെ ടോളില്ലാന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ടോളൊന്നും കണ്ടിട്ടില്ല. ബൈപ്പാസ് ഇപ്പോൾ എൻഡായി കഴിഞ്ഞു. എന്തായാലും ടോളില്ല. ടോൾ ഇനി വരുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായിരുന്നാലും ഞാൻ വന്ന ഈ ദിവസം ഇവിടെ ടോൾ എന്തായാലും ഇല്ല. ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ പുതിയ റോഡുകളെക്കുറിച്ചും ബൈപ്പാസുകളെക്കുറിച്ചും
അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.